നോക്കി നടക്കും നോക്കി നടക്കും. ചോക്ലേറ്റ് എടുത്ത് അപ്പുറം പെമ്പിളിരിക്കുന്നവർ ഇപ്പുറത്തെ പൂ ആരും നോക്കുന്നു. അത് ആരും നോക്കുന്നില്ല, അവൻ നോക്കാത്തയാണ്, ഞാൻ നോക്കുന്നത്. അങ്ങനെ നമുക്ക് സലാമൊക്കെ തന്നു. ഇന്ന് കുറെ ആൾക്കാരുള്ളതുകൊണ്ടാണ് തോന്നുന്നത് ഇങ്ങനെ കുറെ പോലീസ്. അവർക്ക് എന്തെങ്കിലും കൊടുക്കായിരുന്നു, പക്ഷെ കയ്യിൽ ഒരു 5 പൈസ. അങ്ങനെ ഞങ്ങൾ നടന്ന് എവിടെ എത്തി. ഞാൻ എവിടെയും കൊണ്ടുപോകല്ല, ഞാൻ നടക്കാൻ അറിയുന്നതാണ്. ചുമ്മാ ഓരോ സ്ഥലത്ത് തന്നെ നടക്കാന്ന്. ഇന്ന് എന്തായാലും ലീവല്ലേ, രാവിലെ തൊട്ടിച്ച് വൈകുന്നേരം വരെ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു കുറച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 7,000-8,000 സ്റ്റെപ്സ് എങ്കിലും നടക്കണ്ടേ. അപ്പോൾ അത് വിചാരിച്ച് നടന്നു വന്നപ്പം സ്റ്റെപ്പ് ചെക്ക് ചെയ്തു. എത്ര സ്റ്റെപ്സ് എന്റെ ഫോൺ ഓണാവില്ല, അല്ലെങ്കിൽ അറിയാതെ എത്ര സ്റ്റെപ്പ് കുറച്ച് നടന്നാലും നോക്കുന്നു. മറ്റേ റിവർ വന്നിട്ട് ഏത് റിവർ? ഓ, ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഇത്. റിവർ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഇപ്പോൾ ഒന്നും കാണണം. പക്ഷേ സ്നോ ഉള്ള സമയത്ത് അടിപൊളിയായിരിക്കും, കംപ്ലീറ്റ് വൈറ്റ് കളറായിട്ട്. ഇവിടെയാണ് സജി എന്ന് രാവിലെ വന്ന് കുളിക്കാൻ നീന്തി കുളിക്കുന്ന സ്ഥലം. ഇതിലൂടെ ഇറങ്ങി ഈ വഴിയാണ് ഇങ്ങനെ സജി ഇറങ്ങിയിട്ട് ഇങ്ങനെ കുളിച്ചിട്ടൊക്കെ പോകും എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. ഇതെല്ലാം ഇവന്റെ എക്സ്പീരിയൻസ് ആണ്. ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ച് പോകുന്നുണ്ട്. നല്ല ഒരു ഷാർജയോ വല്ല കടകളോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കഴിക്കാൻ. കയ്യിൽ 5 പൈസ ഇല്ല, പക്ഷെ കയ്യിൽ 5 പൈസ ഇല്ല, എന്നാലും ആഗ്രഹത്തിന് കുറവില്ല. ആഗ്രഹത്തിനും ആർഭാടത്തിനും യാതൊരു നമ്മൾ കടം മേടിച്ചായിരുന്നു. കടം കുറച്ചൊക്കെ കടം മേടിക്കും, അതിലൊന്നും തെറ്റില്ല. പൈസ തിരിച്ചു കൊടുത്താൽ പോലെ പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കട കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ വേറെ സ്ഥലത്ത് കട മേടിച്ചിട്ട് അങ്ങനെ കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഒരു വലിയൊരു കടക്കെണിയിലാണ് വിട്ടിരിക്കുന്നത്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലോൺ എടുത്തിട്ട് ആർഭാടത്തിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും കടം കൊടുക്കും. വാരിക്കോരി കൊടുത്തു അങ്ങനെ നമ്മൾ വീട്ടിൽ കടക്കാരെ കൊടുത്ത് നമുക്കൊന്നും കാണില്ല. എന്തെങ്കിലുമൊക്കെ നടക്കും, അത് ഉറപ്പാണ്. എന്തെങ്കിലുമൊക്കെ നടക്കും. നല്ല രസമുണ്ട് ഗൈസ് ഇവിടെ നടക്കാൻ. ഇതിന്റെ ഭംഗി ക്യാമറയിൽ കിട്ടുന്നില്ല. കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലാണ്ട് കിട്ടും. നമുക്ക് എവിടെന്നെങ്കിലും ഒരു ഷെയ്ക്കോ ഷാർജ വല്ല കുടിച്ചാലോ നല്ല പഴങ്ങളും നിന്റെ ഫ്ലാറ്റിൽ അടിച്ചു കുടിച്ചാൽ മതിയായിരുന്നല്ലേ. പക്ഷെ നിന്റെ ഒരു ദിവസം നിന്റെ ഫ്ലാറ്റിലെ നീ പാല് മേടിച്ച് കട്ടയൊക്കെ ഇടുവോ? തന്നെ വിളിക്കണം. അപ്പൊ ഞാൻ കടലയും പഴവും. അർജുനെ ഈ മുടി നല്ല സ്പ്ലിറ്റൻസ് ഇടാ മുടി. എന്തെയും നിന്നിലാണ് ഇവിടെ നിങ്ങനെ പോ. ഇവിടെ അങ്ങനെ അങ്ങോട്ടോ? ഇവിടെ എങ്ങോട്ട് പോയാൽ നമ്മൾ അങ്ങ് എത്തും. എവിടെ? നിന്റെ ഫ്ലാറ്റിന്റെ താഴെ എത്തും. അപ്പൊ ഈ വഴി പോവാ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മൂക്ക് നല്ലോണം അടഞ്ഞിട്ടുണ്ട്. എൻ്റെ മൂക്ക് ഓൾറെഡി അടഞ്ഞിട്ട് തന്നെയാണ്. നിക്ക് ഇല്ല, ഇത് ആവത്തില്ല. ഇതാവത്തില്ലാതോ? ആളെ കൊല്ലല്ലോ. എടി അവിടെ നിക്ക് ഇവിടെ സിഗ്നൽ ഓഫ്, അതുകൊണ്ടാ പറഞ്ഞേ.
ആ സിഗ്നൽ ഓഫാണെന്ന് വരുന്ന വണ്ടിക്കാർക്ക് അറിയില്ലല്ലോ. എന്റെ പൊന്നെ ഞാനിപ്പോ ചത്തര എന്റെ വണ്ടി ഇടിച്ച് കൊല്ലാനുള്ള പ്ലാനാണ് ഇതുകൊണ്ട്. എന്റെ അങ്ങനെ ആരോഗ്യമുള്ള കാലുകളുള്ളവർ സ്പീഡ് നടക്കുന്നതായിരിക്കും. ആ ഇവിടെ ഈ എൻഡിലെ ഈ ജംഗ്ഷനിലൊരു ഗ്ലോബൽ കോഫി ഉണ്ട്. ഞാനും അതിലും ഇടക്ക് കോഫി കുടിക്കാൻ വരാം. അവിടെ കയറിയിട്ട് ആദ്യം അവിടുത്തെ പാത്രം കഴുകിയിട്ട് ചോദിക്കേണ്ടി. കിംചി കിംചി ഇതാണ് കിംചി. കിംസിയിൽ എന്ത് കിംസിയിൽ പലതും ഉണ്ടാവും. പക്ഷെ പൈസ ഇല്ലാതെ കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? പൈസ ഉള്ളപ്പോ ഒന്നും വിളിക്കൂല ഗൈസ്. പൈസ ഉള്ളവരെ വിളിച്ചു കഴിഞ്ഞാൽ പൈസ ചെലവായി പോകില്ലേ? അതുകൊണ്ട് പൈസ ഇല്ലാത്ത സമയത്ത് പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു കേക്ക് കഴിയായിരുന്നു. പക്ഷെ പൈസ ഇല്ല. ഇത്രയും വലിയ പിച്ചക്കാർ ലോകത്ത് വേറെ ഉണ്ടാവുന്നു. സത്യം ഗൈസ്. എന്റെ കുത്തിപ്പൊളിച്ചാൽ ഇനി ഒരു 10 ദിവസം കൊണ്ട് കുത്തിപ്പൊളിച്ചിട്ട് പൈസ എടുക്കും. 17 പാവപ്പെട്ടവർക്കൊക്കെ പൈസ എടുക്കാം. എന്റെ പൊന്നെ ഇനി എങ്ങാനും നാളെ ഈ ബാങ്ക് എങ്ങാനും ആരെങ്കിലും കൊള്ളടിക്കുകയാണെങ്കിൽ ഞാനിതിന് ഉത്തരവാദിയല്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അവൻ പറഞ്ഞല്ലോ അവന്റെ പ്രവൃത്തിയൊക്കെ ഇങ്ങനത്തെ പ്രവൃത്തികളാണെങ്കിൽ. ഞാൻ അങ്ങനെ കുത്തിപ്പൊളിക്കാറൊന്നുമില്ല, ചോദിച്ച് മേടിക്കാറ് മാത്രമേ ഉള്ളൂ. ഓടണം ഗൈസ്. എനിക്ക് എന്നോട് ഓടി എത്താൻ പറ്റില്ല. മെല്ലെ മെല്ലെ നടന്നു. തണുപ്പില്ലല്ലേ, ഈ വലിയ ജാക്കറ്റിന് ആവശ്യമില്ല. ഓ അത്ര തണുപ്പൊന്നുമില്ല. പക്ഷെ എന്നാലും ചെറിയ ഇനി സമ്മർ ആവാൻ പോകുന്നു ഗൈസ്. പിന്നെ സ്പ്രിങ് ആവാൻ. ഇനി സ്പ്രിങ് മൊത്തം എല്ലാത്തിലും കിളിർപ്പൊക്കെ വന്നായിരുന്നു. ഓ സ്പ്രിങ് ആണ് അടിപൊളിയാണ് ഇവിടുത്തെ കേട്ടോ. എല്ലാ റോഡ് സൈഡിലൊക്കെ മൊത്തം ഫ്ലവേഴ്സ് സെറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വേറൊരു വ്ളോഗ് ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണിച്ചു. അയ്യോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു. ഞാനും പറഞ്ഞു 24 hour ഉണ്ട്. നമ്മൾ ബാങ്കുമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം പൈസ ഇടാനില്ല, പൈസ എടുക്കാൻ. വണ്ടിന്റെ മുകളിൽ സ്റ്റിക്കറായി കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കാരും അങ്ങനെ നിർത്താറില്ല. ഇവിടെ ഉള്ളവർ നിർത്തുന്ന നമ്മുടെ ആള് പോലെയല്ല. നമ്മള് സ്പ്രിംഗ് സമയമായിരുന്നെങ്കിൽ ആപ്പിളല്ല കണ്ട് വേറെ ആൾക്കാരെ മതിലൊക്കെ ചാടി. ആപ്പിളും മൽബറി എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അന്യരുടെ മറ്റേ പറമ്പ് കേറി കട്ടെടുത്ത് ഈ വഴിയിൽ കണ്ടാ ഗൈസ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് ഈ കള്ളം പറയണ വിശ്വസിക്കരുത്. ഇതുപോലെയുള്ള ഈ വഴികളിലൊക്കെ നിൽക്കുന്നത് ആപ്പിൾ മരങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇതിപ്പോഴും നിൽക്കണണ്ട ഈ ആപ്പിൾ മരം എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഇത് മറ്റേ ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്, ഒരു ആപ്പിൾ മരം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചുമ്മാ ആപ്പിൾ മരം ഒക്കെ ഉണ്ട്. ഇവൻ അറിയത്തില്ല എന്നേ ഉള്ളു. കണ്ട ഇത് ഈ ഉണങ്ങിയൊക്കെ നിൽക്കുന്നത് ആപ്പിളാണ്. ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ആപ്പിള് വഴിയിലുണ്ട് ഗൈസ്. ആപ്പിളുണ്ട്, മൽബറി ഉണ്ട്, പീച്ച് അവിടെ ഒരിടത്തുണ്ട്. അല്ല പീച്ചല്ല, ആപ്രിക്കോട്ട്, പിന്നെ പ്ലം. നമുക്ക് ഇപ്രാവശ്യം പ്ലം പറിക്കാൻ പോണം കേട്ടോ. അർജുൻ എവിടെയെന്നറിയോ? ഭയത്തില് ആഫ്റ്റർ മനസ്സിൽ നിനക്ക് അറിഞ്ഞൂടെ? അർബാത്ത് കഴിഞ്ഞ് അർബാത്തിന്റെ അങ്ങോട്ട് പോണം. അഭിവാസ് ജിമ്മട് അങ്ങ് കുറെ പോയില്ല. പക്ഷെ നമ്മള് പോണെന്ന് പറഞ്ഞു, പോയില്ല. സയൻസിലോട്ട് പോയില്ല. രാവിലെ പോയി ആൾക്കാരുടെ അടുത്ത് അടി കിട്ടും. അത് കാരണം കണ്ടോ ഫ്രൂട്ട്സ് എല്ലാം ഇവളെയും കൂട്ടി ഇറങ്ങി കഴിഞ്ഞാല് എന്റെ പൊന്നെ ഇതൊക്കെ മാങ്ങ വേണം. ഇതൊക്കെ കട്ടെടുക്കും. നടക്കാതെ റൂമിൽ ഇരുന്ന് ഞാൻ പിന്നെ തന്നെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? തന്നെ ഇറങ്ങി നടക്കണം. എനിക്ക് ശരിക്കും ഇങ്ങനെ സംസാരിച്ച് നടക്കണം. ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കണം ഇഷ്ടം. അതെന്ത് അങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോഴും സംസാരിച്ചുകൊണ്ടൊക്കെ നടക്കുക. നല്ല രസമാണ് നിന്റെ ക്യാമറ. ഇത്രയും എന്റെ ഇത്രയും നീണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നതാണ് പ്ലസ് നമ്പർ. ഒരുത്തൻ നടക്കുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ വരാം.